ആൽബർട്ടസിൻ്റെ ജന്മദിനമാണെന്ന്. ഓക്കെ, അപ്പോൾ ദൈവത്തിൻ്റെ ജന്മദിനമാണ് ഈ രണ്ട് മാനവകൾക്ക് വേണ്ടി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലിയർപ്പിക്കാം. Hallelujah.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിപാലനങ്ങളെ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സകല പരീക്ഷണാവുന്ന സ്വീകരിക്കുവാൻ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂട് നിൽക്കുന്ന സഭയിൽ നിരന്തരമായി ശ്രദ്ധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്നുള്ള സൃഷ്ടാവാൻ സകലത്തിന്റെയും നാഥായി നീക്കും. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണം. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സമാധാനമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് പോയിരിക്കുകയായിരുന്നു. ഒരു കാലം എടുത്തതുപോലെയുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തിലുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീടുണ്ടായിരുന്നു. അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും ഭാഗം നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ആത്മാവ് കൊടുത്ത ഭാഷകളനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ആകാശത്തിന് കീഴിലുള്ള സകല ജനപദങ്ങളിൽ നിന്ന് വന്ന ഭക്തരായ യഹൂദർ ക്രിസ്ത്യാനികളുണ്ടായിരുന്നു. ആരംഭമുണ്ടായപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പോസ്തലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. അവർ വിസ്മയഭരിതരായി പറഞ്ഞു, ഈ സംസാരിക്കുന്ന എല്ലാവരും ദൈവീകരുന്നു. നാം എല്ലാവരും താതാവിന്റെ മാതൃഭാഷയിൽ ശ്രമിക്കുന്നതിന് വേണ്ടി പാർട്ടിയാക്കാരും ഏരിയക്കാരും ഏഴാക്കാരും മെസൊപ്പൊട്ടേമിയ നിവാസികളും യൂദിയായും കപ്പദോക്യയിലും പോർബസിലും ഏഷ്യയിലും താമസിക്കുന്നവരും ഫ്രീജിയായും പാഫിയായും ഈജിപ്തിലും യുറേഷ്യയുടെ ലിബിയ പ്രദേശങ്ങളിലും നിവസിക്കുന്നവരും റോമായിലുള്ള സംഘർഷത്തിലും യഹൂദരും യഹൂദമതം സ്വീകരിച്ചവരും ക്രേത്യരും അറേബ്യരുമായ നാമെല്ലാം ദൈവത്തിന്റെ അത്ഭുതപ്രവർത്തികൾ അവർ ഉപയോഗിക്കുന്നത് നമ്മുടെ മാതൃഭാഷകളിൽ കേൾക്കുന്നുണ്ട്. ഇതിൻ്റെയെല്ലാം അർത്ഥബന്ധം പരസ്പരം ചോദിച്ചുകൊണ്ട് എല്ലാവരും വിസ്തരിക്കുകയും പരിഗണിക്കുകയും ചെയ്തു. എന്നാൽ മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു, പുതുവിദ്യ
കുറിച്ച് അവർക്ക് പ്രേരിപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവന്റെ അടുക്കലേക്ക് പോവുകയാണ്. എന്നിട്ട് നീ എവിടെ പോകുന്നതെന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല. ഞാനിതെല്ലാം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായം നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവന് നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും. വന്ന പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തും. അവർ എന്നെ വിശ്വസിക്കാത്തതിനാൽ പാപത്തെ കുറിച്ചും ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നത് കൊണ്ട് നിങ്ങൾ ഇനിമേൽ എന്നെ കാണുകയില്ലാത്തത് കൊണ്ടും നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ അധികാരം വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തും. ഇസ്രായേൽ പരിസ്ഥിതിപ്പെടുന്ന ബഹുമാനപ്പെട്ട വൈദികരെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഉയർപ്പ് തിരുനാളിന് ശേഷമുള്ള 50-ാം ദിവസം ഇന്ന് നമ്മുടെ പെന്തക്കോസ്ത് തിരുനാൾ ആഘോഷിക്കുകയും ഈ പെന്തക്കോസ്ത് തിരുനാളിന്റെ പ്രാർത്ഥനകളും ആശംസകളും സ്നേഹത്തോടെ ഓരോരുത്തർക്ക് നേരുകയാണ്. ഈ പെന്തക്കോസ്ത് തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആത്മാവിന്റെ പ്രചോദനമനുസരിച്ച്, ആത്മാവിന്റെ പ്രേരണകൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാനായിട്ട് തുടിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ ഞാൻ വരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആത്മാവാണ് അറിയപ്പെടേണ്ട പുണ്യപ്പെട്ട ദിവസം കൂടിയാണ് വരുന്നത്. നമുക്കറിയാം, ഞായറാഴ്ചകളിൽ നമ്മുടെ സുവിശേഷ വായനകൾ നാം പ്രാധാന്യം കൊടുക്കുക. പെന്തക്കോസ്ത് വായന സുവിശേഷത്തെക്കാളും മറ്റ് വായനകൾക്ക് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെ വായനക്കാണ് പ്രാധാന്യം കൊടുക്കുക. പഴയ നമ്മൾ വായിക്കുന്ന സമയത്ത് ഉറവുകൊടുക്കുക. നമ്മുടെ പുസ്തകത്തിലുള്ള വായനയുടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വ്യക്തമായിട്ട് ആ തിരുവനന്തപുരത്തിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്.
മതപ്രസാദന ആഘോഷിക്കുമ്പോൾ നമുക്കറിയാം ആഴ്ചയുടെ തിരുനാള്, വിളവെടുപ്പിൻ്റെ തിരുനാള്, ആദ്യപരങ്ങളുടെ തിരുനാള് എന്നൊക്കെ പേരിലാണ് ഈ തിരുനാള് അറിയപ്പെട്ടിരുന്നത്. പെസഹ തിരുനാളിന് ശേഷമുള്ള സാബത്ത് മുതൽ 7 ആഴ്ചകൾക്ക് ശേഷമുള്ള സാബത്തിലാണ് ഈ തിരുനാള് ആഘോഷിക്കപ്പെട്ടിരുന്നത്. എന്നാൽ പിന്നീട് നമുക്കറിയാം പ്രതിമാല വ്യാഖ്യാനം വിളവെടുപ്പ് തിരുനാളിന് പകരം പുറപ്പാട് അനുഭവം 50-ാം ദിവസം സീനായി മലയിൽ വെച്ച് ദൈവമാസികയിൽ കൊടുത്ത കൽപ്പനയുടെ അനുസരണമായിട്ടാണ് പെസഹ തിരുനാള് നമ്മൾ ആഘോഷിക്കുന്നത്. ഈ പെസഹ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഒരുപക്ഷെ വേദപാഠ ക്ലാസ്സുകളിൽ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നമ്മളെ പലപ്പോഴും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നിന്റെ ഉള്ളിൽ വസിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട് എന്നത്. നിന്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നീ തെറ്റ് ചെയ്യുമ്പോൾ ഉള്ളിൽ നിന്ന് തെങ്ങുന്നുണ്ടായിരുന്നു. നീ നന്മ ചെയ്യുമ്പോൾ നിന്റെ ഉള്ളിൽ നിന്ന് സന്തോഷിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് ഒരു മാനാവിയുടെ രൂപത്തിലോ അദ്ദേഹത്തിന്റെ രൂപത്തിലോ നമ്മുടെ ഉള്ളിൽ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നിരുത്സാഹപ്പെടുത്തുന്നു, അല്ലെങ്കിൽ നന്മ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ സന്തോഷിക്കുന്ന ഒരു ദൈവാത്മാവ് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. ഈ ആത്മാവിന്റെ സജീവതയാണ് നമ്മുടെ അനുദിന ജീവിതം സന്തോഷപ്രദമാക്കുന്നത്, നമ്മുടെ കുടുംബജീവിതം സാർത്ഥകമാക്കുന്നത്, നമ്മുടെ ആത്മീയ ജീവിതം നിറവുള്ളതാക്കുന്നത് നമുക്കറിയാം. വീട്ടിൽ ആഘോഷിക്കുമ്പോൾ സുവിശേഷത്തില് ശിമയോൻ എന്ന വ്യക്തിയെ പരിചയപ്പെടുന്നതാണ് തോന്നുന്നത്. ഈ ശിമയോൻ വ്യക്തി ആത്മാവിനെ സ്വീകരിക്കുന്നതിന് മുമ്പുള്ള ഈ ശിമയോന്റെ ജീവിതം, ആത്മാവിനെ സ്വീകരിച്ചതിന് ശേഷമുള്ള ഈ വ്യക്തിയുടെ ജീവിതം പരിശോധിക്കുന്നുണ്ട്. ആത്മാവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് ശിമയോൻ എന്ന വ്യക്തി എന്തുമാത്രം ഭയത്തിന് അടിപ്പെട്ട വ്യക്തിയായിരുന്നു. ആത്മാവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് ഈ ശിമയോൻ വലിയ വിചാരണക്കാരനായിരുന്നു. ആത്മാവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് അവരുടെ വാക്കിലും പ്രവർത്തിയിലും ഒരു വ്യക്തതയുമില്ലായിരുന്നു. ആത്മാവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് പലവിധ പ്രലോഭനങ്ങൾക്ക് അടിപ്പെട്ടവനായിരുന്നു ശിമയോൻ. ക്രിസ്തു ആരാണെന്ന് കാര്യമായ വ്യക്തതയൊന്നും ഈ ശിമയോൻ ഉണ്ടായിരുന്നു. എന്നാൽ ആത്മാവിനെ സ്വീകരിച്ചതിന് ശേഷം നമുക്കറിയാം വലിയ മാറ്റമാണ് ഈ ശിമയോൻ ഉണ്ടാകുക. ഭയം ഒഴിവായി ഒടുങ്ങാൻ അടിക്കുന്ന ഒരു ശബ്ദം അവന് വസിച്ചിരുന്ന ഒരു താമസിച്ചിരുന്ന മുറിയിൽ നിറയുന്നു. ആത്മാവിന്റെ സാന്നിധ്യമാകട്ടെ അനുഭവമാകുന്ന ദീപാവരുടെ രൂപത്തില് അവരുടെ ഭയം അവർ മാറുന്നു. അവര് പ്രഘോഷിക്കുവാനായിട്ട് ആ മുറി വിട്ട് പുറത്തിറങ്ങി എന്ത് സംഭവിക്കട്ടെ എന്ന് ചിന്തിക്കുന്നു. അതൊരു വശം. രണ്ടാമത് നമുക്കറിയാം ആ പ്രസംഗിച്ചപ്പോൾ പല ഭാഷകളിൽ അവർക്ക് പ്രസംഗിച്ചപ്പോൾ പല ഭാഷകൾ വെളിപ്പെടുത്തുന്നത്. എപ്പോഴാണ് ആത്മാവിനെ സ്വീകരിച്ചപ്പോൾ അവർ കൂടിയിരുന്നവർ അവരുടെ ഭാഷകളിൽ അവരുടെ മാതൃഭാഷ തന്നെ വെളിപ്പെടുത്തുന്നത്. നമ്മൾ ചിന്തിക്കേണ്ട രണ്ടായിരം പോകും. ഒന്ന് ബാബേലിന് പോകും, രണ്ട് മതസ്ഥാനിന് പോകും. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ അർത്ഥമാകുന്നുണ്ടെന്നുള്ളതാണ് പുസ്തകങ്ങളാണ്. ബാബേൽ നമുക്കറിയാം ദൈവത്തെ മാത്രം ദൈവത്തെ വെല്ലുവിളിച്ച് സമൂഹം വെട്ടിപ്പോക്കിയതാണ്. ദൈവത്തെ മാത്രം ദൈവത്തെ വെല്ലുവിളിച്ചു. പക്ഷെ കല്ല് ശേഷിക്കാതാക്കപ്പെടുന്നതാണ്. ചിതറിക്കപ്പെടുകയും ഭാഷകൾ ചിതറിക്കപ്പെടുകയും ജനങ്ങൾ ചിതറിക്കപ്പെടുകയും നമ്മുടെ കുടുംബങ്ങൾ ഇതുപോലെ ചിലപ്പോഴൊക്കെ ബാബയിൽ അനുഭവങ്ങൾ ഇതുകൊണ്ട് ആത്മാവിന്റെ പ്രചോദനം നഷ്ടപ്പെടുമ്പോൾ ഒരു വീട്ടില് അപ്പൻ പറയുന്ന ഭാഷ മക്കൾക്ക് മനസ്സിലാകുന്നു. ഭാര്യ പറയുന്ന വാക്ക് ഭാഷ ഭർത്താവിന് മനസ്സിലാകുന്നു. ഭർത്താവ് പറയുന്ന ഭാഷ ഭാര്യയ്ക്ക് മനസ്സിലാകുന്നു. അമ്മായിയമ്മ പറയുന്ന വാക്ക് മക്കൾക്കും മനസ്സിലാകാതെ പോകുന്നു.
ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ആത്മാവ് നിർജീവമായി പോയിരിക്കുന്നു. ആത്മാവിന്റെ സജീവത നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോയതുകൊണ്ടാണ്. മലയാളമായിരിക്കാൻ പറയുന്ന ഭാവങ്ങളുണ്ടാക്കി, പക്ഷേ നമ്മുടെ കുടുംബങ്ങളെ ഭാവികളാക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ നിർജീവത കൊണ്ട് ഈ സജീവത നമ്മുടെ കുടുംബത്തിൽ നഷ്ടമാകുന്നുണ്ട്. അതുകൊണ്ട് ഈ പന്തപുസ്തകത്തിൽ നാളില് പന്തപുസ്തകത്തിനാല് പന്തപുസ്തകം നമ്മളൊക്കെ പഠിക്കുന്നതിൽ എന്തുകൊണ്ടാണ് ആത്മാവിന്റെ സാന്നിധ്യമനുസരിച്ച് രോഗത്തിനനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളാകുന്നത്. നമ്മുടെ പന്തപുസ്തകത്തിൽ നമ്മുടെ കുടുംബങ്ങളെ പരിശോധിക്കും. നമ്മുടെ കുടുംബം ഭാവനാണോ അതോ പന്തപുസ്തകമാണോ? ഭാവനാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രഭാവത്തിന് പ്രാപ്തിയാണ്. അതറിയാം എന്തുകൊണ്ടാണ് പലപ്പോഴും തെറ്റ് ചെയ്തിട്ട് അത് നമ്മൾ ഒട്ടും വേദനിപ്പിക്കാറുണ്ട്. ഇത്ര മാരകമായ പാപം ചെയ്താൽ നമ്മൾ വേദനിപ്പിക്കാറുണ്ട്. 5-6 മാസമാണ് അവസാനിച്ചില്ലെങ്കിൽ നമുക്ക് ആദ്യം വേദനിക്കുന്നത് എന്തുകൊണ്ടാണ്? ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ നിർജീവമായതുകൊണ്ട്. ആത്മാവ് നിർജീവമല്ലെങ്കിൽ, ആത്മാവ് സജീവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതിനുള്ള പരിഹാരങ്ങളുണ്ട്. ആത്മാവിന്റെ ബന്ധങ്ങൾക്കനുസരിച്ച്, ആത്മാവിന്റെ പ്രചോദനങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കും. ഈ പന്തപുസ്തകത്തിലാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെയും കുടുംബങ്ങളെയും ആത്മാവിന്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുന്ന കുടുംബങ്ങൾക്ക് ആത്മാക്കളെ പ്രാർത്ഥിക്കും. വിശുദ്ധ
നമ്മോടൊത്തുണ്ടാകട്ടെ.
ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാരവിചാരങ്ങൾ. ദൈവത്തിനു ബലിയർപ്പിക്കൂ. സമാധാനത്തോടുകൂടെ പിതാപുത്രൻ പരിശുദ്ധാത്മാവായ സർവ്വേശ്വരയുടെ മഹത്വമേറിയ ദൈവത്തിന്റെ ആദ്യമായ നാമം എല്ലാ ഫലങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാമങ്ങളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് വീഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകദൈവങ്ങളുള്ള സ്ഥലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് പ്രവർത്തകർ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും ആരാധനായിരങ്ങളും മഹോന്നതനായ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധന്മാരുമായ ക്രൂരന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പിതാനുഭവത്തിന്റെ സ്മരണങ്ങൾ ആദരിക്കുന്നു. താൻ ഏൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ വിശ്വമായ ദുഃഖങ്ങളെല്ലാം പങ്കെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധനായ പിതാവേ നിലവിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിശുമാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ.
വാങ്ങി പാനം ചെയ്യുവിൻ. നീ ചെയ്തത് നിങ്ങൾ നാം ശ്രമിച്ചുകൊടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവിൽ നിന്ന് പ്രകാശിക്കുവാൻ കഴിയാത്തവർക്ക് അത്ര വലിയ അനുഗ്രഹമാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ ദൈവിക ചുരുക്കങ്ങളെ പങ്കുവരാക്കുവാൻ നിങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും നിങ്ങളെ സമുദ്രിക്കുകയും മൃതരായങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളെ ഞങ്ങളുടെ ക്ഷമിച്ച് സ്ഥിരീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജയമാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ ഗ്രഹത്താൽ മഹത്വം നൽകുകയും ചെയ്തു. ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സുഹൃത്താം കാരണമായ മാമലയോ പ്രതിദാനം പാപാക്കി ഞങ്ങളുടെ സഭയുടെ പിതാവും കാരണമായ ഞങ്ങളുടെ അധ്യക്ഷനായ മാർഗീയ ഭക്തിസ്ഥ മെത്രാനും ഞങ്ങളുടെ മറ്റെല്ലാ മെത്രാന്മാർക്കും പുരോഹിതന്മാർ വിശംസന്മാർ സമർപ്പിതർ അമ്മായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മന്ദകളുടെയും ബഹുമാനം അങ്ങയുടെ സന്നദ്ധിയിൽ പ്രീതിജനകമായി പ്രവർത്തിച്ചു നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മനുഷ്യർക്കും അങ്ങയുടെ കാരണത്തെ ചേർക്കുന്നു. ഇവർ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തിനും അയോഗ്യരായ ഞങ്ങൾക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ും
Amen.
സഹോദരനെ ലക്ഷണദൈവമായ അവിടുത്തെ ശരീരങ്ങൾ നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടുകൂടി സമീപിക്കുകയും സ്വീകരിക്കുകയും ഹല്ലേലൂയ പാടി അവിടുത്തെ സ്തുതിക്കുകയും ചെയ്യാം. ഈ മാസം 22-ാം തീയതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വർഷം നമ്മൾ ഇവിടെയല്ല ധ്യാനം നടന്ന പള്ളിയിൽ സൗകര്യമുണ്ട്. ധ്യാനം നടന്ന പള്ളിയിലായിരിക്കും ദിവസത്തെ പെരുന്നാൾ നടക്കുക. 22-ാം തീയതിയാണ് കഴിഞ്ഞ കൃത്യം 1:30 മണിക്ക് ആരംഭിച്ചത്. കൃഷ്ണ കൃഷ്ണ പള്ളിയിൽ ഈ വർഷം റാസ കുർബാനയാണ് നടത്തിയിട്ടുള്ളത്. റാസ കുർബാനയായിരിക്കും ഈ വർഷം നമ്മൾ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമയം കൂടി
പറഞ്ഞിട്ട് വേണം നമുക്കറിയാം നമ്മൾ ഒരു കൊടുക്കുന്നുണ്ട് ഇതാണ് ചെയ്യുന്ന പോലെ ആഗ്രഹം. പക്ഷേ ഇവിടെ ചോറുണ്ടാക്കാൻ അപ്പോൾ അതുകൊണ്ട് ഈ വർഷം അപ്പം തന്നെ ഉണ്ടാക്കാം. ചോറ് വെക്കാൻ പറ്റുന്നവരുണ്ടോ? പിന്നെ കൈ നോക്കാം. അതൊന്നും കേട്ടില്ല, ഒന്നും കേട്ടില്ല. ക്ലിയറായിട്ടില്ല. 22-ാം തീയതി 22-ാം തീയതി നമ്മുടെ തിരുനാളാണ്. ഈ മാസം അടുത്തിരിക്കുന്നത് ഞായറാഴ്ച സമ്മേളന തിരുനാൾ. അതൊരു മൊബൈലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം ഈ വർഷം നമ്മൾ നാളത്തെ അവസരങ്ങളിൽ വെച്ചായിരിക്കും തിരുനാളാണെന്ന് സ്ഥലമുണ്ട്. എന്താണ് പറഞ്ഞത്? ഞാനുണ്ട് നടത്തിയത് അവിടെ ഇരുന്ന് പങ്കെടുക്കാനുള്ള സാധിക്കും. അതുകൊണ്ട് അവിടെ പുറത്താണെങ്കിൽ സൗകര്യമുണ്ട്. ബാക്കി ശാസ്ത്രാവസ്ഥയൊക്കെ ആസ്വദിക്കാനാണ്. ഈ വർഷം നമ്മൾ രാസപ്രധാനമാണ് നിർമ്മിക്കുക എന്നാളോടനുബന്ധിച്ച്. അപ്പോൾ 1:30 മണിക്ക് കുർബാനയുടെ പ്രദക്ഷിണം ആരംഭിക്കും. അതിനുശേഷം കുർബാന ശേഷം സ്നേഹം സ്നേഹത്തിൽ ഞങ്ങൾക്ക് പറഞ്ഞിട്ടില്ല. ചോറ് കൊടുക്കുന്നതൊക്കെ ആഗ്രഹം. കറി ഉണ്ടാക്കാനായിട്ട് പറ്റും, പക്ഷെ ചോറുണ്ടാക്കാനാണ് പാടാനാണ്. നമുക്ക് 400 പേരെങ്കിലും നമുക്ക് ഉദ്ദേശിക്കണം. അപ്പോൾ 400 പേർക്ക് ചോറ് വെച്ച് പോരാനായിട്ട് പറ്റിയാണ്. പിന്നെ ഉണ്ടോ? ഇതുകൊണ്ടാൻ പറ്റുമോ? 400 ചോറ് 10-5 ഈരാൾക്ക് വെച്ച് കഴിഞ്ഞില്ലെങ്കിൽ തിരിച്ചു കൊണ്ടില്ലേ? അങ്ങനത്തെ അറിയണ്ട. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. നിങ്ങൾ പോയിട്ട് നിങ്ങളോ അധികം ആക്കണം. ഒരു കിലോ വെച്ച് 400 രൂപ. അപ്പോൾ അധികാരം വീട്ടിൽ പോയി കഴിച്ചു വിടാം. തകയോ അറിയില്ല. 40 ഓക്കെ. എത്ര പേർക്ക് കാര്യം ചെയ്യും. നമ്മുടെ ഡിസ്കസ് ചെയ്യാൻ പോയി കാര്യം നടക്കില്ല. നിങ്ങൾ നമ്മുടെ കമ്മിറ്റിക്കാരുടെ കയ്യിൽ പേര് കൊടുക്കണം. സംഗീതത്തിലുണ്ടായി നമ്മുടെ നിതീഷിന്റെ കയ്യിലും ടിസിയുടെ കയ്യിലും പേര് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര പേർക്ക് ചോറ് ഒരുപാട് ചോറ് കൊടുക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം നമുക്ക് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാം. നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന പോലെ ഗ്രൂപ്പ് ഉണ്ടാക്കാം. അപ്പത്തിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാക്കുക. എത്ര പേർക്ക് അപ്പം കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പ് ഉള്ളതിൻ്റെ വലിയ വാട്സാപ്പ് ഗ്രൂപ്പ്. അപ്പോൾ അതെങ്കിലും ഇടുമ്പോൾ നമുക്ക് കണക്കൂട്ടാനായിട്ട് സാധിക്കും. ചോറിൻ്റെ അപ്പം ഇല്ലെങ്കിൽ പ്രധാനമന്ത്രി നമ്മൾ പുറത്തുനിന്ന് അച്ഛന്മാരെ വിളിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. എത്ര പേര് വരുന്നത് വരെ കൺഫർമായിട്ടില്ല. നമ്മുടെ ലേഖന്മാരെ 3 പേര് ഇല്ലാന്നുള്ളത് ഉറപ്പായി. അവരെ നാട്ടിലേക്ക് പോവുകയാണ്. ബാക്കിയുള്ള അച്ഛന്മാരുണ്ടാകും ഉദ്ദേശിക്കുന്നു. ഈ ആഴ്ചയിലെ സവിശേഷത്തിനും ഒന്നിക്ക് പോകാനുള്ളത് 2 പേരെ ഒന്നിക്ക് പോകാനുള്ള ആഴ്ച പ്രാർത്ഥിക്കാം. നേരത്തെ പറഞ്ഞു പറഞ്ഞ തിരുനാളിൻ്റെ കാര്യങ്ങൾ ഫാമിലിയിലെ സാധിക്കുന്ന പേര് തിരുനാളിൽ പ്രത്യേകമാണ്. അതുപോലെ പ്രസിദ്ധമായ കാര്യവും വീണ്ടും കൊടുക്കുന്നു. തിരുനാളിന് നമുക്ക് കുറച്ച് എടുക്കാനായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് ചെയ്യണം. അതിനനുസരിച്ച് ഒരു 12 മുതൽ നമുക്ക് പള്ളി കിട്ടും. നേരത്തെ കുറച്ച് പേർക്ക് വരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് വരുവാനുള്ള സാഹചര്യം ചെയ്യാനും അങ്ങനെയാക്കാനുള്ള സമയമുണ്ട്. അതൊക്കെ നമ്മൾ ബോക്സൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകണം. നമ്മൾ സഹകരിക്കാൻ പറ്റുന്നവർ സഹകരിക്കാൻ ഇന്ന് 5 മണിക്ക് നമ്മുടെ ഗസലയിൽ പള്ളിയിൽ വെച്ച് സരീഷ് ബോസ്കോ പ്രദേശത്തിൻ്റെ 10 ഡീക്കന്മാരുടെ ഡീക്കൻ പത്രം കൊടുക്കുകയാണ്. ജോസഫ്സനാണ് അവരുടെ ഡയറക്ടർ. പ്രൊഫസറാണ്. നമുക്ക് ഡീക്കന്മാർക്ക് വേണ്ടി തീരുമാനിച്ചു പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ പെരുന്നാൾ നടക്കുന്ന വലിയ ഒരു സ്റ്റാച്ചു ഇല്ല. നമ്മുടെ ക്രിസ്റ്റി കൊണ്ടുവന്നിട്ട് പോയപ്പോൾ
ക്രിസ്തി അതുപോലെ പറയാൻ കാരണം പക്ഷെ എല്ലാവരും പറയുന്നത് ഇന്നത്തും ഇതുപോലെ നാട്ടിൽ പോകുമ്പോൾ ഒരു പ്രചോദനമാകാനായിട്ടാണ് ജീവിതം മേടിച്ചു കൊണ്ടുവരാനായിട്ട് അപ്പം വലിയൊരു സ്റ്റാച്ചു സമയ ക്രിസ്തി കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ പറയാതെ പോകുമ്പോൾ പറയാൻ തിരിച്ചു വരും വിളിച്ചാൽ പോലും ഫോണെടുക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് കൊണ്ടുവരാൻ അറിയോ ഇത് പേടിച്ചിട്ടാണ് വിചാരിക്കാം തൂക്കം എന്നാലും സാധ്യമില്ല എന്നാൽ സഭയിൽ ഒത്തിരി പേര് പറഞ്ഞിട്ടുള്ളത് അവർ കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾക്ക് സംബന്ധിച്ചിട്ടാൻ വേണ്ടി ഈ മതസ്ഥലനാണ് കണ്ണിന് ബഹുമാനപ്പെട്ട വ്യക്തികളുടെ ജന്മദിനം ആഘോഷിക്കുകയാണ് പ്രകൃതി പറഞ്ഞ ആഘോഷത്തിൻ്റെയും ഇന്നും ഏറ്റവും പരിശുദ്ധാത്മാവിൻ്റെ ധാരാളമായിട്ട് അവരുടെ നല്ല ഒരു വൈദികനായിട്ട് ഇനിയും ഒരു വർഷങ്ങൾ ദൈവജനത്തിനെ ശുശ്രൂഷ ചെയ്യട്ടെ എന്ന് രണ്ടുപേർക്ക് ആശംസിക്കുകയാണ്. ദൈവത്തിൻ്റെ ബർത്ത്ഡേ 10-ാം തീയതിയാണ്. രണ്ടുപേർക്ക് ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ഇവരുടെ വൈദികര് തിരുസഭയ്ക്ക് സഭാ സമൂഹത്തിന് രൂപതയ്ക്ക് ഒത്തിരി അനുഗ്രഹമാണ്. ഇത് പഠിച്ചിട്ട് 2019 നടത്താനാകാനും ആകാനുള്ളവരാണ്. അവിടെയൊക്കെയാണ് ദർശനമൊക്കെ കണ്ട് പഠിച്ച് പരിചയപ്പെട്ട് കിട്ടുന്നത്. അങ്ങനത്തെ ആയിത്തീരട്ടെ ആശംസിക്കുകയും ചെയ്യുന്നു. അടുത്താണ് വലിയ ഭാഗ്യമാണ്, വലിയ ഭാഗ്യമാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ നമ്മുടെ ദൈവാനുഗ്രഹം പ്രത്യേകിച്ച് ആവശ്യങ്ങൾ ആശംസിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ ആർപ്പട്ടച്ചിന് പൂ കൊടുത്ത് കൃഷിക്കാനായിട്ട് ഫ്രണ്ട്സിനെ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ജൈനത്തിന് പൂ കൊടുത്ത് കൃഷിക്കാനായിട്ട് സഭാസത്തിനെയും ഫോട്ടോ എടുക്കുന്നതാണ്. രണ്ടുപേരും വളരെ സങ്കേതിക്കുകയാണെങ്കിൽ ഫോട്ടോ ഓക്കെ. അത് സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കാൻ യോഗ്യപ്പെട്ട ഞങ്ങളെ അങ്ങ് തിരുവചനത്താൽ പ്രകാശിപ്പിക്കുകയും ആത്മീയ ഭോജനത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞതയർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും. പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടാം. നീ ഞങ്ങളെ അർഹരാക്കുന്നു. വിചാരത്തിലും വചനത്തിലെ പ്രവൃത്തിയും വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ നിത്യമഹത്വം അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ അനന്തദാനത്തിന് നിനക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. സകലത്തിന്റെയും Leave it in the
Amen.
അനുഗ്രഹവും പ്രബോധനവും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിൻ